ഇപ്പോൾ നമ്മളുള്ളത് പ്രാഗിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു നൈറ്റ് വൈബ് എങ്ങനെയാണ് പ്രാഗിലെന്ന്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ജൂ ടൗണിലേക്കാണ്. പ്രാഗിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജൂ ടൗൺ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു സംഭവമാണ് ഇവിടെ. ഇവിടെ ഓരോ ബിൽഡിങ്ങുകളിൽ പല പല സിനഗോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എൻട്രി ടിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കയറുന്നില്ല, ചിലതിൽ മാത്രമേ കയറുന്നുള്ളൂ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കാണാനായിട്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പ്രാഗിൻ്റെ ഒരു പ്രത്യേകതയാണ്, നല്ല ഭംഗിയുള്ള സ്ട്രീറ്റുകളാണ്, യൂറോപ്യൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ. പക്ഷേ ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത് ജൂയിഷ് ആർക്കിടെക്ചറാണ്. ഇവിടെ ഫുള്ള് സോവനിയർ ഷോപ്സ് ആണ്. ഇവിടെ ജൂയിഷ് സ്ട്രീറ്റ് ആണത്, കംപ്ലീറ്റ് ഷോപ്പ്. ഇതവിടെയുള്ളൊരു ഞങ്ങളൊരു ജൂയിഷ് സിനോഗിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം നേരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറിയിട്ട് ഇറങ്ങി ബോട്ട് ക്രൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകും. കാരണം ഇന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് തിരിച്ച് പോകാനുള്ള ബസ് മ്യൂണിക്കിലേക്ക്. അവിടെ ക്യാമറ എടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ട് ക്യാമറ ഉള്ളിലേക്ക് കയറ്റാൻ, വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അത് കണ്ടിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് ബോട്ട് ക്രൂസിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒരു 1 hour അല്ലെങ്കിൽ 2 hours കാണുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്ഥലം കാണിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നടക്കുകയാണ്. നമ്മൾ ഓൺലൈനിൽ നോക്കിയ സ്ഥലം എത്തിയിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. 18 euro ആണ് ചാർജ് അഡൾട്ട്സിന്. പിന്നെ കിഡ്സിനാണെങ്കിൽ, ചിൽഡ്രൻസിനാണെങ്കിൽ 12 euro എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോട്ടിലേക്ക് കയറി. ഇതിലവർ ഫുഡ് സെർവ് ചെയ്യുന്ന തോന്നുന്നു. അതുകൊണ്ട് അവർ ടേബിളുകളെല്ലാം ഇട്ടിട്ടുണ്ട്, ചെയറുകളും ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രിങ്ക്സ് എല്ലാം ഇതിനകത്ത് സെർവ് ചെയ്യും. ഈ ബോട്ടിൽ 2 ഡെക്ക് ഉണ്ട്, അപ്പർ ഡെക്കും ഡൗൺ സൈഡിലുള്ള ഡെക്കും. മേളിൽ നോക്കിയപ്പോൾ മൊത്തം ആൾക്കാർ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ സ്ഥലം നോക്കിയിട്ട് കാണില്ല. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിവറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഇതേ വഴി തന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പുറകിലും വേറെ ബോട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ളാണ്, എല്ലാ ബോട്ടുകളും ഫുള്ളായിട്ടാണ് ഓടുന്നത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു തന്നിരുന്നല്ലോ ആ പഴയ ഡ്രാമ, അതാണ് പോകുന്നത്. നമ്മൾ ഇതുവഴി പോയിട്ടുണ്ട്, വേറെ ഏതോ സ്ഥലത്തേക്ക് നമ്മൾ അതുവഴി പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിവറൊക്കെ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചും കാര്യങ്ങളും കാണാനായിട്ടാണ് പോയത്. ശരിയാണ്, അപ്പോൾ അതുവഴിയാണ് പോയത്. Thanks to the rich ornamentation and the materials used to build the bridge, it is a protected technical monument. Adorning the bridge are steel lanterns, bronze statues of torchbearers, granite festoons, and 6-headed bronze hydras guarding the crests of Prague. Next to the bridge, ഈ നദിക്ക് കുറുകെയായിട്ട് ക്രോസ് ആയിട്ട് കുറേ ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ ഒരു 4-5 ബ്രിഡ്ജ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ ഓരോ ബ്രിഡ്ജിന്റെ താഴെ കൂടി നമ്മളിങ്ങനെ കവർ ചെയ്ത് സിറ്റിയുടെ 2 സൈഡിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ കിടക്കുന്നത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ബോട്ടാന്ന് തോന്നുന്നു. സൈഡിലൊക്കെ ഒരുപാട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണത്. അപ്പോൾ ഇതിന്റെ സമയം എപ്പോഴാണെന്നറിയില്ല. മേ ബി രാത്രി ആയിരിക്കാം പോകുന്നത്. ഞാൻ എന്തായാലും ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. അവിടെ ഫ്രണ്ടിലുള്ള വ്യൂ എങ്ങനെയാണെന്ന് അറിയാലോ. കുറച്ച് പേര് അവിടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കണ്ടായി നമ്മൾ കയറാൻ നേരത്ത് കണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഫ്രണ്ടിലേക്ക് നടക്കട്ടെ. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ബോട്ടാണ് കേട്ടോ. അത്യാവശ്യം നടന്നിട്ട് എത്തണില്ല. നല്ല ലെങ്ത് ഉള്ള ബോട്ടാണ്. അത്യാവശ്യം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടാണത്. നാട്ടിൽ നമ്മുടെ കൊച്ചിയിലേക്കുള്ള ബോട്ട് ക്രൂസിൽ പോലത്തെ അങ്ങനത്തെ ബോട്ടല്ല. അതിന് കുറച്ചുകൂടെ വലിയ ബോട്ടുകളാണ് അതൊക്കെ. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണതിന്റെ തിരക്കാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ട് വെയിലും ഉണ്ട്. നല്ല സുഖമായിട്ടോടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഇന്നലെ ഈ ബോട്ടല്ല, ഇതൊരു റെസ്റ്റോറന്റ് ആണ്. റിവറിനോട് ചേർന്ന് നടക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, മറീന റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലം. ഇത് വേറൊരു ബോട്ടാണ്. ഇത് 100% ഇലക്ട്രിക് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതിന്റെ മുകളിൽ. ഇതെല്ലാം ഇലക്ട്രിക്കിൽ ഓടുന്ന ബോട്ടുകളായിരിക്കും മിക്കവാറും. ഇവിടെ ഈ എൻവയോൺമെന്റലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ള സ്ഥലമാണ്. ഈ എൻ്റയർ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നമ്മുടെ പ്രകൃതിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എമിഷനൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ബോട്ടുകളാണെന്ന് തോന്നുന്നത്. എല്ലാം ഇലക്ട്രിക് ആണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ ബോട്ട് ക്രൂസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരെ ഇവിടുന്ന് സമയം അധികം ഇല്ല. എറണാകുളത്തിനുള്ളിൽ തന്നെ നമുക്ക് ബസ്സുണ്ട്. നമ്മളിത് ഇപ്പോൾ തിരിച്ച് വന്ന് ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഫ്ലിക്സ് ബസ് തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്ന ബസ്. ഡയറക്റ്റ് മ്യൂണിക്കിലേക്കുള്ള കണക്ഷനാണ്. ഞാനെന്തായാലും ഫ്രണ്ടിൽ വന്നിരുന്ന കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ ഡ്രൈവേഴ്സ് രണ്ടുപേരും നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ വളരെ റയറായിട്ടാണ് കാണുന്നത്. ഇവിടെ ഫ്ലിക്സ് ബസ്സിലും കുറച്ച് പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഡ്രൈവേഴ്സായിട്ട്. സിറ്റിയിലൂടെയുള്ള വഴികളാണ്. ഇത് കഴിഞ്ഞിട്ട് ഓട്ടോബാനിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല മറപ്പിച്ചാണ് അവന്മാർ വിടുക. നിങ്ങൾ ഈ ടവർ കണ്ടോ? ഇത് ഡാൻസിങ് ഹൗസ് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ പ്രത്യേകതരം ആർക്കിടെക്ചർ ആണ്. ചെരിഞ്ഞാണ് ഡാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ് സംഭവം നിൽക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയത് 1992-ലാണ്. ഒരു ഡച്ച് ആർക്കിടെക്റ്റ് ആണ് ഉണ്ടാക്കിയത്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടവറാണ്. പ്രാഗിലെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. നമ്മൾ മ്യൂണിക്കിലേക്ക് തിരിച്ച് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഇത് അലിയൻസ് ഏരിയയാണ്. ഇവിടെ മ്യൂണിക്കിലുള്ള വലിയ സ്റ്റേഡിയമാണ്. ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് ഓട്ടോബാൻ ഉള്ളത്. എന്തായാലും ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.